അറ്റകുറ്റപ്പണികൾക്കായി ഇടുക്കി മൂലമറ്റം ജലവൈദ്യുതി പദ്ധതിയുടെ നിലയം അടച്ചു. ഇന്നു മുതൽ ഒരു മാസത്തേക്കാണ് അടച്ചിടുന്നത്. ജലവിതരണത്തിന് ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കിയിലെ മലങ്കരയിൽ നിന്ന് ലാൽകൃഷ്ണൻ തത്സമയം ചേരുന്നു. ലാൽകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ ലാൽകൃഷ്ണൻ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇനി അറ്റകുറ്റപ്പണികൾക്കായിട്ട് വേണ്ടി ഈ പവർ ഹൗസ് അടയ്ക്കുമെന്ന് തീരുമാനിച്ച യഥാർത്ഥത്തിൽ ഇന്നലെ അടയ്ക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ എറണാകുളത്ത് ഒരു വെള്ള ടാങ്കർ പൊട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജലവിതരണം അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം കൂടി പരിഗണിച്ചുകൊണ്ടാണ് മറ്റൊരു പുനർവിചിന്തനത്തിന് അവർ തയ്യാറായത്. ഒരുപക്ഷെ ഇത് മാറ്റി വെച്ചാലോ എന്നതായിരുന്നു ഇന്നലെ കൂടിയാലോചനയിൽ പ്രധാനമായിട്ടും ഉണ്ടായ വിഷയം. പക്ഷേ ഈ ബട്ടർഫ്ലൈ വാൽവിലുള്ള വിള്ളൽ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അറ്റകുറ്റപ്പണിക്കായിട്ട് മാറ്റാതെ വേറെ നിവൃത്തിയില്ല. അത് മാത്രമല്ല 6 ജനറേറ്ററുകളാണ് നിലവിലുള്ളത്. 6 ജനറേറ്ററുകൾ നിർത്തിവെക്കേണ്ട അവസ്ഥയായതുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ടും ഷട്ട് ഡൗൺ ചെയ്തത്. ഇത് നമ്മളിപ്പോൾ കാണുന്ന മലങ്കര അണക്കെട്ടിൻ്റെ ജലാശയമാണ്. ഇവിടെ വെള്ളം നിലവിൽ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ അണക്കെട്ട് അതായത് വൈദ്യുതി നില അടയ്ക്കുമ്പോഴുള്ള വൈദ്യുതി പ്രതിസന്ധി അല്ല യഥാർത്ഥ പ്രശ്നമായി മാറാൻ പോകുന്നത്. അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ കുടിവെള്ള പദ്ധതികളാണ്. അതായത് മൂവാറ്റുപുഴ ആറിലേക്ക് പ്രധാനമായിട്ടും വെള്ളം പോകുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതോടുകൂടി 100-ലേറെ ജല പദ്ധതികളെയാണ്, അതായത് ശുദ്ധജല വിതരണ പദ്ധതികളെ ബാധിക്കും. വൈക്കം കായലിൽ ഓരുവെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. 30-ലേറെ പഞ്ചായത്തിലെ കുടിവെള്ളങ്ങളെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് ചേർത്തലടക്കമുള്ള പ്രദേശങ്ങളിൽ ആ പ്രശ്നമുണ്ടാകും. അതിന് ബദൽ സംവിധാനം എന്തായിരിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ചയിൽ പെരിയാറിൽ നിന്ന് വെള്ളം എത്തിക്കാം എന്നൊരു ധാരണയൊക്കെ ആദ്യഘട്ടത്തിൽ എടുത്തിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും പ്രായോഗികമല്ല. കാരണം ഭൂതത്താൻകെട്ടിൽ നിന്ന് വെള്ളം വഴി തിരിച്ചു വിട്ട് എത്തിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്ത് കനാൽ വഴി. പക്ഷേ അതിന് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ തീരുമാനമില്ല. നിലവിലുള്ള വിവരം അനുസരിച്ച് 10 ദിവസത്തേക്ക് ഉള്ള സ്റ്റോക്ക് വെള്ളം മാത്രമേ ഇവിടെ നിന്നുണ്ടാകുകയുള്ളൂ. വാൽവിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് നിലവിൽ പെൻസ്റ്റോക്കിലുണ്ടായിരുന്ന മുഴുവൻ വെള്ളവും ഒഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി അത് ഏത് രീതിയിൽ വേണം എന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ജലവിഭവ വകുപ്പ് അടക്കം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ കാലമൊക്കെ ആയതുകൊണ്ട് കുടിവെള്ളം അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് നാടിന് ചെറുതായിട്ടല്ല ബാധിക്കുക. നാടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 1-2 നാടല്ല, 30 പഞ്ചായത്തുണ്ട്, 4 ജില്ലയുണ്ട്. ഇവിടെ തന്നെ ഇടുക്കി തന്നെ എടുക്കുവാണെങ്കിൽ ഈ മൂലമറ്റം തൊട്ട് താഴോട്ടുള്ള പ്രദേശങ്ങൾ, അതായത് ഇടുക്കി ജില്ലാ കോടതി ഇരിക്കുന്ന പ്രദേശം, ഇടുക്കിയിലെ ജില്ലാ ജയിലിലേക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു പമ്പ് ഹൗസൊക്കെ ഉണ്ട്. അവിടേക്ക് ഒന്നും വെള്ളം എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം താഴേക്കുള്ള വെള്ളമില്ല. 80% വെള്ളം, ഈ മൂവാറ്റുപുഴ ആറിലേക്ക് ഒഴുകുന്ന 80% വെള്ളം എന്ന് പറയുന്നത് ഈ പവർ ഹൗസിൽ ഒഴുകി എത്തേണ്ട വെള്ളമാണ്. 30 ലക്ഷം ഘനയടി വെള്ളമാണ് സാധാരണ ഇതിലെത്തുന്നത്. അത് 1 ലക്ഷം ഖനയടിയിലേക്ക് കുറയും. അപ്പോൾ തന്നെ വെള്ളത്തിന്റെ തോത് എത്രയാണെന്ന് അറിയാലോ. അത് പരിഹരിക്കാനുള്ള മാർഗ്ഗമാണ് നിലവിൽ ആലോചിക്കുന്ന സ്കീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.